എന്താടാ നീ മനസ്സിലാക്കിയത്? റസൂലുള്ളാഹിന്റെ ശരീരം കരിയുമെന്ന് വാദിച്ചു. ആ വിശ്വാസത്തിലല്ലേ ആ പാവപ്പെട്ട സഹോദരൻ മരിച്ചുപോയത്? ആഖിറത്തിലെത്തുമ്പോ ആ വിശ്വാസവുമായി പോയാൽ SSFകാരാ മുത്തുനബിയുടെ ശഫാഅത്ത് കിട്ടുമോ? അള്ളാഹ് നിന്നെ വിടുമോ? ഈ പാവപ്പെട്ട പ്രവർത്തകർ മുഴുവനും മുത്തുനബിക്ക് നേലുണ്ട് എന്ന് പേരോട് പറഞ്ഞത് ശരിയാന്ന് മനസ്സിലാക്കി വെച്ചാൽ അത് തിരുത്തി കൊടുക്കൽ ഞങ്ങൾക്ക് ഫർമല്ലേ? ഒന്നരായ ഹാഫിദ് ഉസ്താദ് അവിടുത്തെ റഹ്മത്ത് ഞാൻ മനസ്സിലാക്കി ഇയാൾ മരിച്ചപ്പോഴാ. കാരണം എന്താ അറിയോ? ഹാഫിദ് ഉസ്താദ് അവരുടെ ഫോണിലേക്ക് എല്ലാ ദിവസവും മൂപ്പര് രാവിലെ തന്നെ എടാ മോനെ നായിന്റെ മോനെ തുടങ്ങി എന്തെങ്കിലും ഒന്നിട്ടും ബർക്കത്തിന് ഇടാത്തൊരൊറ്റ ദിവസവും ഉണ്ടായില്ല. പക്ഷെ മരിച്ചു എന്ന് പറഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞു അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ദ്വാരിക്കുന്നു. അപ്പൊ ചിലരൊന്നും ആമീൻ പറയുന്നില്ല. അപ്പൊ ഉസ്താദ് പറഞ്ഞാ റഹ്മത്ത് വേണം, അയാളും നന്നാവട്ടെ. മനസ്സിലാക്കണം നിങ്ങള്. ഇതൊക്കെ ഞാൻ പറയുന്നത് ഈ സംഘടനയ്ക്ക് വേണ്ടി പച്ചയായ തോന്നിവാസം ഈ മക്കളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവരെന്നറിയാതെ മരിച്ചു പോകുമ്പോ മരിച്ചുപോയി ഞങ്ങൾ ലക്ഷക്കണക്കിന് തസ്ബീഹ് ഞങ്ങൾ ചെല്ലുന്നുണ്ട്. ഇപ്പൊ എന്നോടൊക്കെ പറഞ്ഞെന്താ, നീ മരിച്ചാ ഞങ്ങൾ ആരും വരൂല, നിങ്ങളെത്തെ വരും വേണ്ട, വഴി തെറ്റിപ്പോലും വരണ്ട. ഈ ജാതി വിശ്വാസമായിട്ട് വന്നിട്ട് എന്താ? ഇപ്പൊ മിനിയാ നമ്മളെ പൊരയിൽ കല്യാണം നടന്നപ്പോൾ എല്ലാവരും കൂടി തീരുമാനിച്ച് ഞങ്ങൾ ബഹിഷ്കരിക്കും. അതുകൊണ്ട് വളരെ ഉഷാറായി നടന്നു. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, എന്നാ പിന്നെ അത് സംഭവമായി ഔലിയാക്കളങ്ങ് നടത്തിക്കോളും. അങ്ങനെയാണ്. ചായവാരിന്റെ അപ്പുറത്ത് അപ്പോഴാ യോഗം ചേർന്ന് തീരുമാനിക്കുന്നത് കല്യാണം ബഹിഷ്കരിക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും വല്ല ചായന്റെ പവർ. ഏതായാലും അല്ലാഹുവിന്റെ റസൂലിന്റെ നൂറാനിയത്തിനെ നിഷേധിച്ച് അവിടത്തെ ശരീരം കരിയുമെന്ന് ബാധിച്ചാൽ ഈ ഉമ്മത്ത് നിങ്ങളെ വിടുകയില്ല, ആദർശപരമായി നേരിടും. മുനീർ മദനിക്ക് സന്തോഷമായി. അയാൾ പറഞ്ഞ് ഇതൊക്കെ ഞങ്ങൾ പണ്ടേ പറയണ, മുത്തുനബി സാധാരണക്കാരനാണ്, അത് കരിയും, അതിന് നേരിണ്ടാവും. ഇപ്പൊ പേരോട് ഞങ്ങളെ കൂടെ വന്നതിൽ എന്തൊരു സന്തോഷം. ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും. ഇത് മാത്രമല്ല, ഇത് ആലോചിച്ചു നോക്കി. ഇപ്പൊ സത്യത്തിൽ നമ്മൾ വല്ലാതെ പറയേണ്ട ആവശ്യമില്ല. കാരണം പൊന്മള പേരോട് ഇവിടെ ഒന്ന് അലഞ്ചക്കാർ ഇവര് നിങ്ങൾക്കറിയോ കുറെ കാര്യങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ മുമ്പ് വലുതെ പറഞ്ഞേ റസൂലുള്ളാഹിക്ക് നേരില്ല അല്ലെ, പഴയ കാലത്ത് വയലാവലെ. ഇപ്പൊ പേരോട് പറയണ ചെലപ്പുണ്ടാവാം, മറ്റേ ആ ഒരു ചെലപ്പുണ്ടല്ലോ, അതും കൂടി മാറിയാൽ ആവശ്യം. അതേപോലെ റസൂലുള്ളാഹിയുടെ മുടി കത്തുമല്ലേ, റസൂലുള്ളാഹിയുടെ വയലറിഞ്ഞവര് തെളിവില്ല, വേറെ വിഷയം. എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ പേരോട് പറഞ്ഞാലോ, പേരോട് മുസ്ലിയാരുമായി ചെയ്യുന്നത് അതിന് വീണാൽ കത്തൂല, ഇട്ടാൽ കത്തൂല. വീണാൽ കത്തൂല, ഇട്ടാൽ കത്തൂല. പകുതിയായില്ലേ? ഇനി കൂടിയുള്ളൂ. അതുകൂടി ശരിയാ, ആവശ്യം ശരിയായില്ലേ? ഇതാ പറഞ്ഞത് പേരോട് മാറ്റം ആംബുലൻസ് തിരിഞ്ഞ വെറുതല്ല, വീൽ ചെയർ കൊടുക്കാനിലേക്ക് തിരിഞ്ഞ വെറുതല്ല, ഈ സന്തന സംവിധാനങ്ങളെ തിരിഞ്ഞ വെറുതല്ല, ഈ നാട്ടിലെ SSFന്റെയും SISന്റെയും പ്രവർത്തകരുടെ സ്നേഹത്തോടുത്ത തരികളോട് അത് ഓരോട് ഉണർത്തിയാൽ മതി, ഞങ്ങളോട് ആരോടും വേണ്ട. കാരണം ഞങ്ങൾ തൊലാക്കിയല്ലിട്ട് കാലം കുറയായിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്താ മുനീർ മദനിയുടെ സന്തോഷത്തിന്റെ കണ്ടോ? അയാൾ പറയാ പേരോടൊക്കെ ഇപ്പൊ അംഗീകരിച്ച് വന്നില്ലേ. അങ്ങനെ കുറെ തലകെട്ടിയാൾ പണ്ടുണ്ടായിരുന്നു. KM മൗലവി, ഉമർ മൗലവി, ഇവരൊക്കെ തലപ്പാവുള്ള ആളായിരുന്നു, നേരത്തെ നല്ല വാപ്പന്റെ മോനായിരുന്നു. പക്ഷേ ഒരു കാര്യവും ഉണ്ടായില്ല. തലയെക്കെട്ടിന്റെ വലിപ്പം നോക്കിയല്ല സുന്നി ആദർശം അളക്കേണ്ടത്, നൂറാനിയത്തിന്റെ സത്തയായ നൂറിന്റെ ഐനായ ത്വാഹ റസൂലുള്ളാഹി. അള്ളാന്റെ റസൂലിന് നെയ്യലുണ്ടെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അതിന്റെ പേരിൽ ഞങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. ഇതത്ര വലിയ വിശ്വാസത്തിന്റെ കാര്യം ഇവിടെ കിടക്കുമ്പോഴാ സിറാജിന്റെ ലേഖനം. എന്ത്? നായ തൊട്ടാൽ അയാലംകുളത്തിനൊന്നും കിടക്കും, നായ തൊട്ടാൽ 7 വട്ടം കഴുകണം, അതിൽ ഒരു തവണ മണ്ണ് കലക്കിയ വെള്ളാകണം എന്ന് പറഞ്ഞപ്പോ അവിടെ എന്ത് പറഞ്ഞ് ഞാൻ വായിച്ചതാ. ചേളാരി വിഭാഗം പ്രഭാഷകന്റെ വിവാദ പരാമർശങ്ങളിൽ അണികൾക്കിടയിൽ ഭിന്നത രൂക്ഷം. ഒരു ഔലിയാക്കളാവാണ്, ഓൽക്ക് ഭിന്നത ഉണ്ടാവുകയി കേട്ടോ. എന്നിട്ടിങ്ങനെ പറഞ്ഞു വരികയാണ്, പ്രമുഖ പ്രഭാഷകനായ സിംസാറുൽ അക്കൂദവിയാണ് ഇസ്ലാമിക പ്രമാണ വിരുദ്ധമായ കാര്യങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സംഭവം എന്താ? വിശ്വാസപരമായ 1000 കാര്യങ്ങളിൽ അപ്പുറത്ത് പ്രശ്നമായി കിടക്കുക.
സിറാജിന് അത് എഴുതാൻ നേരല്ല. അള്ളാന്റെ റസൂലിന്റെ നൂറാനിയത്ത് വരെ നിഷേധിച്ച് കരിയും നയലുണ്ടെന്നും മമ്പറന്തങ്ങൾ കുത്തുബല്ലെന്നും 824 ഔലിയാക്കളില്ലെന്നും ബുർദ പാട്ട് കച്ചേരിയാണെന്നും മന്ത്രിച്ചുതൽ തെറ്റാണെന്നും ഈ കണ്ട മുഴുവൻ വിശ്വാസ വികലവാദങ്ങളുടെ കലവറയായ ഈ ടീം ഒരു ഫിഖ്ഹിയായ മസ്അലയിൽ ഒരു തുരുമ്പ് കിട്ടിയോന്ന് തോന്നിപ്പോയി. അപ്പോഴേക്ക് ചാടി വീണ് എഴുതിപ്പോയതാ ഇതുവരെ പഠിപ്പിച്ചതിനെതിരായി. എന്താ ഇതറിയോ? ശാഫിഈ മദ്ഹബിലെ നിയമത്തിനെതിരെയാണ് പ്രഭാഷകൻ രംഗത്ത് വന്നിട്ടുള്ളത്. അതൊരു വലിയ ലേഖനായി സിറാജിൽ. ചങ്ങാതിമാരെ ഷെയറൊന്നുണ്ടായിന്നറിയോ? സിറാജിന് ലേഖനം വരുന്ന നമ്മളെ ഏലംകുളം അറിഞ്ഞിട്ടില്ല. ഏലംകുളം റഷീദ് കാഫി ഈ വിവാദം നടന്ന അന്ന് രാത്രി മൂപ്പര് പ്രതികരിച്ചപ്പോഴേക്ക് സിറാജ് അടിച്ചു കഴിഞ്ഞിന്. ഏലംകുളം പറയുന്നത് കേട്ടോളൂ. ഏലംകുളം അബ്ദുൾ റഷീദ് തക്കാഫി. ഓരോ വിഷയങ്ങളും അതിന്റെ ഇങ്ങനെ ഓരോന്നും കീറി പരിശോധിച്ചാൽ നിങ്ങളെ ഇരട്ടത്താപ്പ് വ്യക്തമാവും. ഒരു മസ്അല പറയുമ്പോ ആ മസ്അലയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം സൂചിപ്പിക്കുമ്പോ അത് നിങ്ങൾ എടുത്ത് പിടിച്ച് സംഭവാക്യങ്ങൾ നടക്കുകയാണല്ലോ. ഇതല്ലേ നിങ്ങൾ ചെയ്തത്? അതിന്റെ ഓടി കിട്ടുന്നുണ്ടല്ലോ. ഇപ്പൊ കേൾപ്പിക്കുക. ഞാൻ പറയുന്ന വിഷയങ്ങൾ ശ്രദ്ധിക്കുക. വിഷയങ്ങളിൽ മാത്രമല്ല, ആ പ്രസംഗം നടന്നപ്പോ അതിൽ വന്ന ചില പരാമർശങ്ങൾ സംബന്ധിച്ച് അവരെ ആലിമീങ്ങൾ തന്നെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ഇവരിവിടെ മുശാവറ മുഴുവൻ ഉണ്ടായിട്ട് ഈ പറഞ്ഞ വിശ്വാസം മുഴുവനും പഴച്ചിട്ട് ആരെങ്കിലും ഒരാൾ തിരുത്തിയോ? ഇപ്പൊ വലിയ വലിയ ഉസ്താദുമാരോട് സ്വകാര്യമായിട്ട് ചോദിച്ചാൽ പോലും പറയും, മോനെ മുത്തനബിക്ക് നേരില്ലാതെ തന്നെയാണ് എന്റെ വിശ്വാസം. പക്ഷെ ഞാൻ പറഞ്ഞു പറയരുത് കേട്ടോ, കാരണം പറഞ്ഞാ പിന്നെ എന്റെ സ്ഥാനമൊക്കെ പോയി പോവും. അയാലെങ്കിലും പറഞ്ഞത് റെഡിയൊന്ന് കേൾപ്പിച്ചോളൂ. രണ്ടാം പൗലും ഉപാധിയുടെ മൂന്നാം അഭിപ്രായവും ഒക്കെയായി പറഞ്ഞ മസാലയാണ് സിംസാറുടെ തോതരി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ വിഷയം ഒരു വിവാദമാക്കേണ്ടതില്ല എന്നാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അതാണ് പക്ഷേ സത്താഫി ഏലംകുളത്തിന്റെ മറുപടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ക്ലിപ്പ് ഞാനുമായി യാതൊരു ബന്ധവുമില്ല. മൊത്തത്തിൽ പൊതുജനങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നൊരു അഭിപ്രായം പറയാനുണ്ട് എന്നുള്ളതല്ലാതെ ഈ വിഷയത്തിൽ അങ്ങനെ ഒരു മറുപടി പറയാൻ മാത്രമുള്ള വിഷയാധീകരണമോ വിഷയങ്ങളൊന്നും സിംസാറുടെ പ്രസ്തുത പരാമർശത്തിലില്ല. ശാഫിഈ മദ്ഹബിന്റെ പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ട ഇതൊരു വിഷയങ്ങൾ മാത്രമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അതൊരു വിവാദമാക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ മൂപ്പൻ എങ്ങനെയാ പറഞ്ഞു? അത് പറഞ്ഞു കഴിഞ്ഞ് സിറാജിൽ വാർത്ത വന്നുപോയി, ആകെ തെറ്റിയിട്ടുണ്ട്. അപ്പൊ സംഭവം എന്താ നിങ്ങള്? സ്വന്തം നേതാക്കൾ എന്ത് തോന്നിവാസം പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. വിശ്വാസം വരെ തെറ്റിച്ചു, മുത്തുനബിയിലുള്ള വിശ്വാസം വരെ ഒരു കുഴപ്പമില്ല. സിറാജിലെ മറ്റൊരു മസ്അല, ആ മസ്അലയിൽ തന്നെ ഉലമാഇന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള മസ്അല പറഞ്ഞപ്പോ അതിനെ ലേഖനമാക്കി എഴുതിയ നിങ്ങൾ എന്നിട്ട് പറയാ, നിങ്ങൾ എന്തെങ്കിലും കേൾക്കുമ്പോഴത്തിനാണ് ഒച്ചുണ്ടാക്കി വിവാദാക്കണോ? വിവാദാക്കുന്നതിൽ ഒന്നാം തരക്കാര് നിങ്ങളാ. മസ്അലയെക്കുറിച്ചാണ് നിങ്ങൾ സിറാജിന്റെ ജനറൽ പേജിൽ എഴുതിയത്. അള്ളാന്റെ ഹബീബിനെ കുറിച്ചുള്ള വിശ്വാസം വരെ പഴച്ചിട്ട് സിറാജിൽ എഴുതിയോ? സുന്നി വോയിസിൽ എഴുതിയോ? ആകെ എഴുതിയത് സുന്നി വാണി എന്ന് പറഞ്ഞൊരു പത്രത്തിലാ. അതെന്തിന്? റസൂലുള്ളാഹിക്ക് നിഴലുണ്ടെന്ന് സ്ഥാപിക്കാൻ 4 പേജ് ലേഖനം. ആ എഴുതിയ സഖാഫിയെ ഞാൻ വേറൊരാളെ കൊണ്ട് ചോദിപ്പിച്ചു, അല്ല ഞങ്ങൾ എന്റെ വിശ്വാസം നിഴലുണ്ട് തന്നെയാണോ? അപ്പൊ പറഞ്ഞു, എനിക്ക് നേലില്ലാതെ തന്നെയാണ് വിശ്വാസം, പക്ഷെ നമ്മളെ പേരോടിന് ആൾക്കാർ അവിശ്വസിച്ചാലോ അതിനു വേണ്ടി തൽക്കാലം എഴുതിയതാണ്. ഇയാളൊക്കെ എവിടെ കൊണ്ടുപോയിട്ടാ ചികിത്സിക്ക? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഈ രൂപത്തിൽ മുഴുവൻ മറിച്ചു. അമ്പിയാക്കളുടെ സ്ഥാനം ഇടിച്ചു താഴ്ത്തിയാൽ അവൻ എന്താ ചെയ്യേണ്ടത്? അത് പേരോടനെ കൊണ്ട് പേരോട് പറഞ്ഞുതരും. അമ്പിയാക്കളുടെ സ്ഥാനം ഇടിച്ചു താഴ്ത്തുന്നവൻ അവനോടുള്ള നിലപാടെന്താണ്? അതെ, അത് പേരോട് തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിയുള്ളൂ. അമ്പിയാക്കളിൽ ഏറ്റവും വലിയ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അവൾ ആ റിസാലും കൂടി ഇങ്ങെടുത്തോളൂ, അതിന്റെ കൂട്ടം പറഞ്ഞിട്ട് പേരോട് കൊണ്ട് പറയിച്ച. അതാ ഇത് നോക്കുങ്ങൾ. റിസാല ഇസ്ലാമിനെ പേടിക്കേണ്ടതുണ്ടോ? എന്നത്തെ റിസാല? 2016 ഫെബ്രുവരി ഈ വർഷം. ഇതിലതാ ഒരു ലേഖനം, ഇസ്ലാമിനെ പേടിക്കേണ്ടതുണ്ടോ എന്ന് പറഞ്ഞൊരു ലേഖനം.
ആ ലേഖനത്തിൽ അതാ മലയാളാണ്, ആർക്കും വായിക്കാം, നിങ്ങൾ വന്ന് വായിച്ചു നോക്ക്. ഇതിൽ കാണാം, ഇതൊന്നും ഇപ്പൊ ഒന്നും പറയാൻ പറ്റൂലല്ലോ, നിയന്ത്രിത സ്ത്രീ വാരിയലിൽ നിന്നാണോ. ഇവിടെ ഇരിക്കുന്ന നാടന്മാരായ ആളുകളൊക്കെ ചോദിച്ചാൽ അറിയാം, നമ്മളെല്ലാരും ഇമ്മ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ, ഹവ്വാ ബീവിനെ എവിടുന്നാ പഠിച്ച്? എല്ലാരും പറയൂലേ അത് നമ്മളുപ്പയായ ആദം നബി കടന്നുറങ്ങുമ്പോ വാരിയലിലെടുത്ത് പഠിച്ചതാണ് ആദന്റെ ഹവ്വാ ബീവിനെ എന്ന് അറിയാത്ത ആരുണ്ടോ? എന്നിട്ട് ഇയാൾ പറയാണെന്ത്, വാരിയലിൽ നിന്ന് സ്ത്രീയെ പടച്ചു എന്നത് ഖുർആനിൽ രേഖപ്പെടുത്തിയിട്ടില്ല, പെണ്ണിനെ പടച്ചത് വാരിയലിൽ നിന്നാണ് എന്നതൊരു ബൈബിൾ കഥയാണ്, അത് ശരിയല്ല. ഹവ്വാ ബീവിയെ പടച്ചത് വാരിയലിൽ നിന്നല്ല എന്ന് റിസാല ലേഖനം എഴുതി. അത് നമ്മൾ ഏറ്റുപിടിച്ചു. അടുത്ത റിസാലയിൽ എന്തെഴുതി? നമ്മൾ എഴുതിയപ്പോ പിന്നെ റിസാല വന്നുണ്ട്. ലേഖകൻ എഴുതിയതിന് ഒരു കുഴപ്പവുമില്ല, അങ്ങനെയും പണ്ഡിത വിശദീകരണം വന്നിട്ടുണ്ട് ആണോ, അതിനെ ന്യായീകരിച്ച ലേഖനം. പിന്നെയും നമ്മളിത് രണ്ടും എടുത്തു പിടിച്ചു. ഏത് പണ്ഡിതനാ പറഞ്ഞതെന്ന് ചോദിച്ചു, ഒരു മറുപടിയും കിട്ടിയില്ല. അപ്പൊ അടുത്ത റിസാലയിൽ വന്നു, ചില പരാമർശങ്ങളിൽ തെറ്റുപറ്റിയതിൽ ഖേദിക്കുന്നു. ഏതാ ചില പരാമർശമില്ല? ഇപ്പൊ അതാ കഴിഞ്ഞ മാസം എഴുതിയതൊരു സജീർ ബുഖാരി എന്ന് പറയുന്ന ബിരുദധാരിയാണ്. അയാളെ FB-യിൽ പോസ്റ്റ് ഇടുകയാണ്, ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു, ഹവ്വാ ബീവിയെ പടച്ചത് ആദം നബിയുടെ വാരിയലിൽ നിന്നല്ല. അള്ളാഹ് പറഞ്ഞു എന്താ, വഖലഖ മിൻഹാ സൗജഹാ, ആദം നബിയിൽ നിന്ന് നമ്മൾ ഹവ്വാഇനെ പടച്ചു. അതിന്റെ അർത്ഥം എന്താ? ഇമാമിങ്ങൾ പറഞ്ഞു ആദം നബിയുടെ അപ്പൊ ഇതൊക്കെ അവർക്ക് എത്ര വ്യത്യാസം അല്ലേ? ഹവ്വാവിനെ പടച്ചതെന്ന് അറിയാത്തൊരു കൗമ്, മുത്തുനബിക്ക് നൂറിനെ നിഷേധിച്ച ടീം, ഈ ടീമിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം പേരോട് പറഞ്ഞു കൊടുക്ക്. വേഗം പറയും. സഹോദരന്മാരെ മനസ്സിലാക്കണം. എന്നിട്ട് അള്ളാഹുവിന്റെ ദീനില് അമ്പിയാക്കളുടെ സ്ഥാനം ചോദ്യം ചെയ്യുന്ന ഒരാശയം അതിവിടെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ മുൻഗാമികളായ മഹാന്മാര് പഠിപ്പിക്കാത്ത, നിങ്ങൾ ഉപ്പാപ്പമാര് കേൾക്കാത്ത ആശയം കൊണ്ടുവരും. ഇയ്യാക്കും വഇയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണേ, അവരെ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇത് മുജാഹിദിന് മാത്രം ബാധകമായ ഹദീസല്ല, ജമാഅത്ത് ഇസ്ലാമിക്ക് മാത്രം ബാധകമായ ഹദീസല്ല, ഖാദിയാനിക്ക് മാത്രം ബാധകമായ ഹദീസല്ല. സുന്നത്ത് ജമാഅത്തിന്റെ എതിരിൽ ഏതൊക്കെ കക്ഷികളുണ്ടോ അവർക്ക് മുഴുവനും ഒരുപോലെ ബാധകമായ ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത് ഇയ്യാക്കും വഇയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണേ, അവരെ നിങ്ങൾ ശ്രദ്ധിക്കണേ. അതാ പറഞ്ഞ് ശ്രദ്ധിക്കണേ. നീലുണ്ടെന്ന് പറയുന്ന ഉസ്താദിന്റെ മദ്രസയിൽ പറഞ്ഞേക്കുമ്പോ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഇയ്യാക്കും ഇയ്യാക്കും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് പറഞ്ഞാൽ ഇവന് ബേജാറായില്ലേ? നാളെ ഉറക്ക് കിട്ടുമോ? എങ്ങനെ ഒരു സ്റ്റേജ് കയറാതിരിക്കോ? എങ്ങനെ ഒരു പെർമിഷൻ മുടക്കാതിരിക്കോ? നമ്മളെ വടശ്ശേരിനൊന്നും എടുക്കുമോനെ, മണ്ണാർക്കാട് അത് ഇടാൻ പറ്റൂലല്ലോ. കുറുന്തോട്ടില്ലാത്ത കഷായല്ലാറിനായിരിക്കും മണ്ണാർക്കാട് പറയാനൊരു മട്ടാവില്ല. അതുകൊണ്ട് എന്താ പറയാൻ കാരണം എന്നറിയൂ, ഞാൻ അതുകൂടി പറഞ്ഞുതരാം. നമ്മൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടതല്ല, മണ്ണാർക്കാട് പ്രസംഗം പടല്ലേ, അത് മുഴുവൻ നിങ്ങൾ കേൾക്കുക. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് അതിലൊരു വാക്ക് പോലുമില്ല, അത് പറയാനല്ല. പിന്നെ എന്തിനാ മണ്ണാർക്കാട് പോയി പ്രസംഗിച്ചത്? അതാ ബബൽക്ക് വലിയ ദേശീയമായത്, അതാ പ്രശ്നം. മണ്ണാർക്കാട് നമ്മൾ പോയിട്ട് ഒറ്റ കാര്യം പറഞ്ഞു, ജനങ്ങളെ എല്ലാവരും കൂടിയപ്പോൾ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ഇഷ്ടമുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്തോ, അത് നിങ്ങളെ സൗകര്യം. ഇപ്പൊ കുണ്ടൂര് വന്നിട്ട് ഞാൻ പറയാണ് നിങ്ങൾ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന, ഞാനൊരു പൊട്ടനാവുന്നല്ലാതെ ഇവിടെ നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടി, ഞാനാണോ? അല്ല, ഒരിക്കലുമല്ല. അങ്ങനെ നമ്മൾ പറഞ്ഞപ്പോ പക്ഷെ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങളെ കോലുള്ള തലയക്കെട്ടൊക്കെ കെട്ടിയൊരു ടീം സുന്നി സമ്മേളനം പേര് വെച്ചിട്ട് രാഷ്ട്രീയം പറഞ്ഞിരുന്നു. അവര് പറഞ്ഞ് നിങ്ങൾ കേൾക്കണ്ട, ഓർക്ക് സുഖമല്ല, അത് നിങ്ങൾ രാഷ്ട്രീയക്കാര് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കോ നമ്മൾ പറഞ്ഞു കൊടുത്തു. അത്രേ ഉള്ളൂ. അതാണ് അവിടെ സംഭവിച്ചത്. എന്തിനാ നമ്മൾ എതിർത്തത്? പഠിച്ചോ. മുസ്ലിയാനാണോ തലയെക്കെട്ട് കെട്ടിയിട്ട് ഇയാള് രാഷ്ട്രീയം പറയാണ്. കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരെടുത്തു പറഞ്ഞ് അതിന് വോട്ട് ചെയ്യരുത് എന്നാ പറയുന്നത്. ബേക്കലെ ബാനർ എന്താ? സുന്നി സമ്മേളനം. എന്തിനാ പിന്നെ ഞങ്ങളൊക്കെ അതിൽ നിന്ന കാലത്ത് നിങ്ങൾ ഞങ്ങളോട് എന്താ പറഞ്ഞേ? ഞമ്മക്ക് ഇടതുപക്ഷം വേണ്ട, വലതുപക്ഷം വേണ്ട, ഞമ്മക്ക് അല്ലാഹ് മതി. ഇപ്പൊ എന്തിയാ തവക്കുലൊക്കെ പോയോ? ആണോ? ഇത് ഏത് പാർട്ടിക്ക് വേണ്ടി ഇബല് പറഞ്ഞാലും ഞങ്ങൾ പറയും. അതെന്താ? അബ്ബലെ കോല അതിന് പറ്റൂല. രാഷ്ട്രീയക്കാരാ പണിയെടുക്കണം. ഒരു വോട്ടർ പട്ടികയായിട്ട് ആളുകളെ സമീപിക്കണം, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, അത് എല്ലാവരും ചെയ്യേണ്ടിയാണ്. പക്ഷെ ഇവരെ പണി അതല്ല. മദ്രസയിൽ ആധാർ പട്ടിക പൂട്ടിവെച്ച് അട്ടപ്പാടിയുടെ ഊരുതണ്ടാണ് ഈ വോട്ടർ പട്ടികയായിട്ട്. അതിനെ നമ്മൾ എതിർത്തത്. റമദാനിൽ കൊടുക്കുന്ന അരിയൊക്കെ 2 മാസം അഡ്വാൻസ് ആയി കൊടുത്താലോ? അത് എതിർക്കാതെക്കാൻ പറ്റുമോ?
അതാണ് വടശ്ശേരിയുടെ ഈ പ്രസംഗം. അന്ന് നമ്മൾ എതിർത്തു, ഇന്ന് ഓലെന്നെ എതിർത്തു. ഇപ്പൊ കഴിഞ്ഞ മാസം മർക്കസിൽ കൂടിയ മീറ്റിംഗ് ഞങ്ങളെ കയ്യിലുണ്ട്. നിങ്ങൾ എവിടെ മീറ്റിംഗ് കൂടിയാലും അതിന്റെ ഒരു കോപ്പി ഞങ്ങളെ കയ്യിലുണ്ടാവും. അതെങ്ങനെ? നിങ്ങളെ ഉള്ളിലുള്ള മുഴുവൻ ഞങ്ങളെ ആൾക്കാരല്ലേ? അത് നിങ്ങളറിയോ? നിങ്ങൾ കൊടക്കലിൽ ഞങ്ങളെ പരിപാടി കലക്കാൻ വേണ്ടി കൂടിയ മീറ്റിംഗിന്റെ റിസൾട്ട് വരെ ഞങ്ങളെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് അതറിയോ? എത്ര അയസിന്മാരുണ്ടോന്ന് എണ്ണി നോക്ക്. അല്ലെങ്കിൽ ഞാൻ ഫോൺ ചെയ്യുന്ന എത്ര അയസിന്മാരുണ്ടോന്ന് കൂലങ്കശമായി ചിന്തിച്ചു നോക്ക്. ഒരു മാസം വരെ നാട്ടിലില്ലാത്തൊരു അയസനി ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ പൊന്തി വന്ന അയസനി. ഓരോന്നിനെ കുറിച്ച് ഞങ്ങൾക്കറിയാം. എടുത്ത് പരിശോധിക്ക്, പിരിച്ചുവിട്. കാരണം എന്താ? നിങ്ങൾ എത്ര പിരിച്ചുവിട്ടാലും പിരിച്ചുവിടാത്ത ഒരാളുണ്ടാവും, അയാളാവും ഞങ്ങളാളും. എത്ര ആള് സാധിക്കളെ പിരിച്ചുവിട്ടൊക്കെ നിരപരാധികളാ. അപ്പൊ അതുകൊണ്ട് മീറ്റിംഗിൽ പറയാണ് പേരോട്, നമ്മളെ മണ്ണാർക്കാട് എടുത്ത തീരുമാനം നമുക്ക് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കാരണം ഗൾഫിലും നാട്ടിലൊക്കെ പല മുതലാളിമാര് നമുക്ക് പൈസ തന്നിരുന്നു. ഇപ്പൊ ഒറ്റ കുട്ടിയും തരുന്നില്ല. അപ്പൊ ആദ്യം നോക്കിയിട്ട് ഏതാ ജാതി നോക്കിയിട്ടാ കൊടുക്കണത്. അപ്പൊ അതുകൊണ്ട് ആ തീരുമാനം നമുക്ക് മെല്ലെ പിൻവലിക്കണം. ഇപ്പൊ വഹാബ് സക്കാഫി എവിടെയും പ്രസംഗങ്ങളുണ്ടോ? കൈയും കാലൊക്കെ കെട്ടി അവിടെ ഇട്ടതാ. മിണ്ടിപ്പോകരുത്, കർശന നിർദ്ദേശ. ലീഗിനെയോ തങ്ങന്മാരെയോ മിണ്ടരുത്. അങ്ങനെ 4-5 മാസം അങ്ങനെ കഴിയട്ടെ. ഒക്കെ കഴിഞ്ഞ് മട്ടായിട്ട് വല്ല അടുത്ത് നമുക്ക് പഴയ കോലത്തിലേക്ക് തിരിച്ചെത്താൻ സൂക്ഷിച്ചോളൂ. ഒരൊറ്റതിനെ അടുപ്പിക്കണ്ട, സാധന അപകട. എല്ലാ രാഷ്ട്രീയക്കാരോടാ പറയുന്നത്. കേട്ടോളൂ അന്നത്തെ പ്രസംഗം. ഇയാളെ കരച്ചിലൊക്കെ ഒന്ന്. മണ്ഡലത്തിലെ വോട്ടവകാശമുള്ള സുന്നി പ്രവർത്തകന്മാരെ നിങ്ങളിപ്പോൾ കാണേണ്ടത് ആരാണ്? കുഞ്ഞി എംസിയും അദ്ദേഹത്തിന്റെ അനുജൻ നൂറുദ്ദീനെയുമാണ്. അത് ഈ വരുന്ന 16-ാം തീയതി പോയിന്റ് ബൂത്തിൽ നിങ്ങൾ കാണണം. അത് കണ്ടാൽ മാത്രം പോലെ നിങ്ങളുടെ ജനാധിപത്യാവകാശം ഈ അരങ്കൊലയാളികളെ കൊണ്ടുപിടിച്ച് അവർക്ക് സംരക്ഷണം നൽകുന്ന ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്ന രൂപത്തിലേക്ക് ആ സ്മാരകം നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ അതെന്റെ ദീനിന്റെ പേരിലുള്ള ഒരപേക്ഷ. ദീനിന്റെ പേരിലേ തേങ്ങാക്കൊലെ എന്താ അയാളീ പറയുന്നത്? അയാൾ ഭയങ്കര അഭിനയിക്കാൻ കഴിയും. ആൾക്ക് കരച്ചിൽ വന്നിട്ടല്ല, അയാൾ ആ രാഷ്ട്രീയം കരഞ്ഞു പോയതാ. ഇതേ അടവുള്ള ആളാ മൂപ്പര് പലയിടത്തും കരഞ്ഞു വേണ്ടിയില്ലേ. ചിലപ്പോ ചിരിക്കാനുള്ള ആയത്തിലാ മൂപ്പര് കരയുക. കാരണം ഒറ്റ നിന്റെ അർത്ഥം പറഞ്ഞുകൂടല്ലോ. ഒന്ന് വാങ്ങിച്ചു കൊടുക്കുക. ഇയാള് സമാനാകാൻ പറ്റിയൊരു മൗലവി വടശ്ശേരിക്കുണ്ടെങ്കിൽ അത് ബാലുശ്ശേരിയേ ഉള്ളൂ. അപ്പോ ഏകദേശം ഇത് രണ്ടും ഏകദേശത്തിന് പറ്റാൻ പറ്റിയ സംഗതിയാ. ഈ തട്ടിപ്പുണ്ടല്ലോ, ആണ്ട് കരഞ്ഞിട്ട് നിങ്ങൾ അറിയോ? 16-ാം തീയതി ഇലക്ഷൻ നടക്കുമ്പോ അവിടുന്ന് അനൗൺസ് ചെയ്യാണ്, മക്കളെ ഇന്ന് സൂര്യൻ സംശോധിച്ചിട്ടില്ല, മേഘമാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാവരും നമ്മളെ ആളുകളാ നിൽക്കുന്നത്. അപ്പൊ നമ്മളെ മലപ്പുറത്തുനിന്നും കോഴിക്കോട്ടുനിന്നും ഒക്കെ അങ്ങോട്ട് കണ്ടിയതാ. അന്ന് ബസ് കാര്യങ്ങൾ ഒറ്റതിന് അവിടെ വോട്ടില്ല, വെറുതെ പോയി കൂട്ടുന്നതാ. ഇതും പറഞ്ഞ് പ്രതീക്ഷിച്ച് ദിക്റും ചൊല്ലി ഇരിക്കുകയാണ്. എത്ര കുത്തുബിയത്ത് നാരിയസ്വലാത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ മുഴുവൻ ജാറത്തിന് പലയിടത്തും നടന്നിന്. അപ്പൊ നടന്ന സ്ഥലത്തൊക്കെ എന്തുണ്ടായിന്നറിയോ? ഇത് തോറ്റപ്പോ മുജാഹിദീങ്ങൾ കണ്ടോപ്പോ നാരിയസ്വലാത്തിന് പവറില്ലാന്ന് മനസ്സിലായില്ലേ? നമ്മള് ആൺകുട്ടികളായി പറഞ്ഞു. ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടുണ്ട്, ഇവരെ ചെല്ലിയത് ശരിയായിട്ടില്ല. ഒന്ന് വരെ വിശ്വാസം ശരിയല്ല, മാർഗം ശരിയല്ല, ലക്ഷ്യം ശരിയല്ല. സക്കരിയാസലായി നാരിയസലാത്തല്ലേറ്റ് വല്ല കാര്യമുണ്ടോ? ആ കോലത്തിലാ കാര്യങ്ങളുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? പിന്നുണ്ട് 19-ാം തീയതി വോട്ടെണ്ണുമ്പോ സുബ്ഹാന ജല്ല ജലാലുഹു 10 മണിയാകുമ്പോ പ്രത്യേക ദിക്ർ. ഇത് വേഗം ചൊല്ലിക്കോളൂ, അടുത്ത ബൂത്ത് മറിയട്ടെ എന്നാണ്. എത്ര ചൊല്ലി ഇതൊക്കെ ഈ ജിന്ന് മലക്ക് ദിക്ർ സ്വലാത്ത് കുത്തുബിയത്ത് ഇതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് ഉപയോഗിക്കേണ്ടതാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ടിപ്പോ SSFകാരൻ പറയാണ് നമ്മളല്ല, SSFന്റെ സ്റ്റേറ്റ് കമ്മിറ്റി അതാ അവരെ FB പോസ്റ്റില് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തെ പറയിപ്പിച്ചത് ആവേശക്കാരായ ചില പ്രഭാഷകരാണ്, അവരാണ് നമ്മളെ പറയിപ്പിച്ചത്, ഞങ്ങളല്ല പറയുന്നത്. SSFന്റെ നേതൃത്വം പറയുന്നു. നിങ്ങളെ മജീദ് മാഷില്ലേ അരിയല്ലൂര്, മാഷാണോ അല്ലെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, അയാളടക്കം പറയുന്നു, എന്ത് നിങ്ങൾ ചെയ്തതുകൊണ്ട് ഈ പ്രസ്ഥാനം നാറിയിട്ടുണ്ട്. എത്രത്തോളം പറഞ്ഞോരോ? മലക്കിറങ്ങുന്നാ പറഞ്ഞില്ലേ? അപ്പൊ മലക്കെന്ത് ഇറങ്ങാത്തെന്ന് ചോദിച്ചപ്പോ ഒരാൾ മറുപടി പറഞ്ഞു, അത് താനൂരും കൊടുവള്ളിയൊക്കെ വോട്ട് കഴിഞ്ഞ് മലക്ക് മണ്ണാർക്കാട് എത്തുമ്പോഴേക്ക് 5 മണി ആയിപ്പോയതാണ് സംഗതി. ഇതുവരെ SSFന്റെ പോസ്റ്റിൽ SSFകാരും വഹാബ് സഖാഫിട്ടിക്ക് ഒരു കുത്ത
എന്താ കുത്തിലുള്ളത്? പറയുന്നു, ഇതുവരെ പറഞ്ഞ് നമ്മളെ നാറ്റിപ്പിച്ചില്ലേ, ഞാനിതൊക്കെ എടുത്തു വെച്ചതായിരുന്നു. SSF തന്നെ ഇയാൾക്കെതിരെ പോസ്റ്റ് ഇട്ടത് കൊണ്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്, LCD-യുമായി ഊര് ചുറ്റുന്ന ചിലരുണ്ട്, അവർക്ക് മൂക്കുകയറിടാതെ പോയാൽ ഈ പ്രസ്ഥാനം മാറും. മൂക്കുകയറുമാണ് ഞങ്ങൾ വാങ്ങിത്തരാം, എന്നാലും വേണ്ടിയില്ല, ഈ അതിനൊക്കെ അവിടെ എത്തിക്കോ. ശരിക്ക് കേട്ടോളൂ. അത് കാരണം എന്താ, വഹാബ് തഹാഫിയാണ് അത് പറഞ്ഞത്. ആ ടെൻഷനിൽ 19-ാം തീയതി ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ കാസർഗോട്ട് നിന്നൊരു ഫോൺ, അല്ല ഉസ്താദെ മലക്ക് വന്നത് കണ്ടില്ലല്ലോ. അപ്പോഴാണ് ആ മറുപടി. അതൊന്ന് കേട്ടോക്ക്. ഹലോ, വലൈക്കും അസ്സലാം. ആരാ വിളിക്കുന്നത്? ഇത് മണ്ണാർക്കാട് വല്ല വിവരം അറിയാനാണ്. നമ്മൾ കുറച്ച് മലക്കുകളെ എത്തിയിരുന്നു. മലക്കുകൾ വന്നിരുന്നു. പക്ഷെ അവര് ആദ്യം കൊടുവള്ളിയും താഴ്ന്നില്ല പോയത്. അവിടെ കുറച്ച് കൂടുതൽ പണി ഉണ്ടായിട്ട് എന്ത് ചെയ്തില്ല, മണ്ണാർക്കാട്ടേക്ക് നേരം വൈകിയ കേട്ടോ. അവസ്ഥയിലൊക്കെ നോക്കട്ടോ. അപ്പൊ ഈ താനൂരിന്ന് പറഞ്ഞാണ്ട് എത്തുമ്പോഴേക്ക് ടയർ പഞ്ചറാവുന്ന മൂപ്പര് തോന്നിയത് മലക്കിന്റെ വണ്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കൗമിനെ ജിന്നും മലക്കും ഒക്കെ ഓൽക്ക് കളിയാ, ഓലെ കാര്യം നടക്കണം, അതിനൊരു ചായയും പറഞ്ഞു പോ, അത്രേ ഉണ്ടായിട്ടുള്ളൂ. ഇനി നമ്മളെ കേസ് കൊടുത്തോന്ന് കേൾപ്പിച്ചു കൊടുക്ക്, ഒക്കെ നോക്കിയാലേ കയ്യേറ്റം, പെർമിഷൻ മുടക്കൽ, ക്ലിപ്പ് മുടക്കൽ, ആ ചായപ്പായന്റെ അടിയിൽ കൂടി പോയി കേസ് കൊടുത്തു. എന്താ കേസ് എന്നൊക്കെ മനസ്സിലായോ? മർക്കസ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ സ്ഥാപനമാണല്ലോ. ആ സ്ഥാപനത്തിന്റെ മെയിൻ സ്റ്റേജ് AP ഉസ്താദ് ഉണ്ട്, സീഫൈസ് ഉണ്ട്, നേരത്തെ പറഞ്ഞ സൂഫി ആനാറിന്റെ അബ്ദുൽ ഹക്കീം അസരി ഉണ്ട്. ഈ ജാതി സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ അതാ വരുന്നു വലിയ വലിയ പെൺമക്കൾ, ലോ കോളേജിലും മറ്റും പഠിക്കുന്ന പെൺകുട്ടികൾ സ്റ്റേജിൽ. എന്നിട്ട് ഇങ്ങനെ വന്ദ്യരായ മന്ത്രി അടക്കമുള്ളവർക്ക് ഇങ്ങനെ കൈ കൊടുത്ത് ഇങ്ങനെ പോവാ. ഞാൻ പറഞ്ഞു, മന്ത്രി അവരെ നമ്മൾ ആദരിക്കുന്നു, അവർക്ക് ശരീഅത്തറിഞ്ഞൂടാ. അതേ സമയത്ത് ഈ ആലിമീങ്ങൾ എങ്ങനെ പെണ്ണിനെ സ്റ്റേജിൽ കൊണ്ടുവന്നു? നിങ്ങൾക്കറിയോ ഇത് ഏതാ ടീം? ശിഹാബ് തങ്ങൾ സോണിയാഗാന്ധിന്റെ കൂടെ വേദി പങ്കിട്ടു എന്ന് പറഞ്ഞ് കേരളം മുഴുവൻ വിപ്ലവമുണ്ടാക്കിയ ടീമായവർ. പോരാ, പാണക്കാട് ഇലക്ഷൻ നടക്കുന്ന കാലങ്ങളിൽ ഒരു ക്യാമറ കൊണ്ടുപോയി വെച്ച് അവിടെ വരുന്ന വനിതാ സ്ഥാനാർത്ഥികളെ തങ്ങൾ പാപ്പ ആശീർവദിക്കുന്ന ഫോട്ടോ എടുത്ത് ഊരുകണ്ടിയവർ. സ്വന്തം സ്ഥാപനത്തിന്റെ മെയിൻ സ്റ്റേജിൽ വലിയ വലിയ പെൺമക്കൾ വന്ന് ഈ അന്യപുരുഷന് കൈകൊടുക്കുന്ന രംഗം വന്നപ്പോ പിറ്റേ ദിവസം എന്റെ പ്രസംഗം മർക്കസിനെ ഇരുത്താ. നമ്മൾ പറഞ്ഞു, മക്കളെ അത് ശരീഅത്ത് വിരുദ്ധമാണത്. അത് പറയാതിരിക്കാൻ പറ്റുമോ? ആ വീഡിയോ ഓലെന്നെ പുറത്തുവിട്ട നമ്മളല്ല, ഓലത് യൂട്യൂബിലിട്ടു. നമ്മളാ എടുത്ത വീഡിയോ പറഞ്ഞു, ഇതിൽ ഇതാ കാണുന്നു, ഇത് തെറ്റാണ്. പിറ്റേ ദിവസം സാറ് വിളിച്ചു, CA വിലക്കെല്ലാം വിളിച്ചു. നമ്മൾ പറഞ്ഞു, ഞങ്ങള് ദീനിന്റെ വിഷയം പറഞ്ഞതാണ്, അപ്പൻകുട്ടിയുടെ പേരോ ഫോട്ടോ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, പറയില്ല, അതാവശ്യമല്ല എന്നിട്ട് പറഞ്ഞു കൊടുത്തു. ഇവരേതാ ടീം എന്നറിയോ? ഓരോന്ന് പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് ഇവരെവിടെ വരെ എത്തിയതിന് ഈ വാർത്തയും കൂടി നിങ്ങളൊന്ന് കേട്ടോ. മന്ത്രി തോമസ് ഐസക്കിന് ഹസ്തദാനം ചെയ്ത നിയമവിദ്യാർത്ഥിനിയെ പൊതുവേദിയിൽ അപമാനിച്ച ഇസ്ലാമിക് പ്രഭാഷകനെതിരെ കുന്നമംഗലം പോലീസ് കേസെടുത്തു. മലപ്പുറം കോട്ടക്കൽ സ്വദേശി നൌഷാദ് ഹസനിക്കെതിരെയാണ് വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. കഴിഞ്ഞ മാസം മർക്കസിലെത്തിയ മന്ത്രിയിൽ നിന്നും സമ്മാനം സ്വീകരിക്കുകയും ഹസ്തദാനം ചെയ്യുകയും ചെയ്തതിന്റെ വീഡിയോ പ്രദർശിപ്പിച്ചാണ് പൊതുവേദികളിൽ വിദ്യാർത്ഥിനിയെ ആക്ഷേപിച്ച് പ്രഭാഷണം നടത്തിയത്. ആഗസ്റ്റ് 18-നാണ് ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് കാരന്തൂർ മർക്കസിലെത്തിയത്. വിദ്യാർത്ഥികളുമായി സംബന്ധിച്ച മന്ത്രി മികച്ച ചോദ്യങ്ങൾ ചോദിച്ച വിദ്യാർത്ഥികൾക്ക് പുസ്തകം സമ്മാനമായി നൽകിയിരുന്നു. സമ്മാനം ഏറ്റുവാങ്ങാൻ വേദിയിലെത്തിയ മർക്കസ് ലോ കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിനി മന്ത്രിക്ക് ഹസ്തദാനം നൽകിയതിനെ വിമർശിച്ചാണ് നൌഷാദ് അഹസനി പ്രഭാഷണം നടത്തിയത്. മന്ത്രിയെ മുസാഫാത്ത് എടുത്താണ് ഓരോ പെൺകുട്ടിയും കടന്നു വരുന്നത്. വലിയ വലിയ പെൺമക്കൾ വന്ന് മർക്കസിൽ നടന്ന ചടങ്ങിൽ ഈ അബ്ദുൽ ഹക്കീം മന്ത്രി അടക്കം വേദിയിലിരിക്കെ തോമസ് ഐസക്കിന് കൈകൊടുത്തപ്പോൾ അത് കള്ള ശരീഅത്താണോ അതോ ഒറിജിനൽ ശരീഅത്താണോ? കണ്ണങ്ങള് നമ്മളാ പരിപാടി നടത്തിപ്പോയ ഈ ആളുകൾ മൊത്തം അറിയില്ലല്ലോ. ഉള്ള ചാനലിൽ മുഴുവൻ കൊടുത്ത്, അതുകൊണ്ട് മുഴുവൻ സംഭവം എല്ലാവരും പറഞ്ഞു. വലിയ കിട്ടലായി. ഞാൻ അവിടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. മദ്രസയിൽ നബിദിനാഘോഷം നടക്കുമ്പോ പെൺകുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും. 5ലും പോട്ടെ 2ാം ക്ലാസ്സിലെ കുട്ടിക്ക് സമ്മാനം കൊടുക്കേണ്ടി വന്നാൽ ആ കുട്ടിയെ വിളിച്ചു കൊടുക്കലുണ്ടോ? ഇല്ല. രക്ഷിതാവിനെ വിളിച്ചാ കൊടുക്കൽ. അതാ ഇസ്ലാമിക സംസ്കാരം. അത് പഠിപ്പിച്ച ആളുകൾ അതിന്റെ ഹെഡ് ഓഫീസിൽ പോയി ഈ പണി ചെയ്തപ്പോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അല്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ അത് തുറന്നു പറയാം, ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയാണ്, എന്നാ പിന്നെ ഞങ്ങൾ വല്ലാതെ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യില്ല. അതേസമയത്ത് ദീനിന്റെ
കട്ടി, ഞങ്ങളാണ് അതിന്റെ നടുക്കണ്ടെന്ന് പറയുന്ന ആളുകൾ. അത് ചെയ്തപ്പോ തെറ്റാന്ന് പറഞ്ഞു. ഒരാൾ ഉടുത്തവും കഴിച്ചിട്ട് നടന്നു, വേറെ ആളത് വീഡിയോ പിടിച്ചു, വേറൊരാൾ പറഞ്ഞു ആ രണ്ടും ചെയ്തത് തെറ്റാണ്, കേസ് തെറ്റാന്ന് പറഞ്ഞ ആക്ക്. എങ്ങനെയുണ്ട്? ഇതാ അവിടെ സംഭവിച്ചത്. ഇത് തെറ്റാന്ന് പറയാതിരിക്കാൻ പറ്റുമോ? അത് ദീനിന്റെ നിയമമല്ലേ? ഏതായാലും കേസായല്ലോ. ഞാൻ ഉള്ളിത്തൊന്നുകൂടി കണ്ടോളുന്നത്. ഞങ്ങൾ അയക്കാണ്ട് ഇറങ്ങിയാ പിന്നെ മർക്കസ് ലോ കോളേജിന്റെ ഇതൊന്നും ഇപ്പൊ നമ്മൾ പറയാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാല് അത് പറയണ്ടാന്ന് കരുതി ഒഴിവാക്കി വിടുന്നതാ. ഇത് പൊതു സ്റ്റേജിൽ വന്നപ്പോഴേ നമ്മൾ പറഞ്ഞേ. ഇപ്പൊ കണ്ടങ്ങള് അതിന്റെ ഉള്ളിൽ നടക്കുന്ന, മർക്കസിന്റെ ഉള്ളിൽ നടക്കുന്നതാണ്. പ്രസംഗിക്കുന്നത് പെണ്ണിതാ തലയെക്കെട്ടും കെട്ടി സക്കാഫിമാര് ഇരുന്ന് കേൾക്കുന്നു. പെണ്ണാണ് പ്രസംഗിക്കുന്നത്. മർക്കസു സക്കാഫത്തിന്റെ ഉള്ളിൽ നടക്കുന്നതാണ്. നിങ്ങൾ എന്തിനാ ലോ കോളേജ് ഉണ്ടാക്കിയത്? ഇതാ നിങ്ങളെ മാഗസിൻ പറയുന്നു ദീനനുസരിച്ച് കുട്ടികളെ വാർത്തെടുക്കാനാണ്. ദീനനുസരിച്ച് കുട്ടികളെ വാർത്തെടുക്കാൻ ഉണ്ടാക്കിയ ലോ കോളേജിൽ വേറെ എവിടെങ്കിലല്ലോ. എങ്ങനെ പെണ്ണ് പ്രസംഗത്തിന് വന്നു, എങ്ങനെ പെണ്ണ് ക്ലാസ് എടുക്കുന്നു, ഹുസൈൻ സക്കാഫി അടക്കമുള്ള സ്റ്റുഡൻസ് എങ്ങനെ ഇരുന്ന് കേൾക്കുന്നു? മറുപടി പറ. ഇനി അതിനെതിരെ ഞങ്ങളെ കേസ് കൊടുത്ത് കൊടുക്കാനാണെങ്കിൽ ഇനി അതിനു വേണ്ടി ഒരു 4 ദിവസം ജയിലിൽ പോയാലും കുഴപ്പമില്ല. അത് പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ നിയമം അനുസരിച്ചാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ സ്വന്തം ജയിലിൽ പോകില്ല. എനിക്ക് ജയിലിൽ പോകുമ്പോൾ വേറെ ആളും കൂടി കൂടെ വേണം. ആളൊന്നും എടുക്കുവനെ, ഇയാളും കൂടി ഉണ്ടെങ്കിലേ ഞാൻ പോകൂ. കാരണം എന്താണെന്നറിയോ? അതാണ് കാരണം. ഇങ്ങനെ വെച്ച് പ്രസംഗിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഇയാളാ. കാരണം ഇയാളെ പണി എന്തായിരുന്നു? ഒരു കാലത്ത് കേരളം മൊത്തം ചുറ്റി നടന്ന് എവിടെയെങ്കിലും പെണ്ണ് വേദിയിലുണ്ടോ? വേദിയിലും വേണ്ട. കക്കാട് ഫൈസിയെ പോലുള്ള ആളുകളൊക്കെ, അയാൾ എന്തോ ആവട്ടെ ഒന്നും ഞങ്ങൾ ഇടപെടുന്നില്ല. കക്കാട് ഫൈസിയെ കള്ളനാക്കാൻ കണ്ട ഒരു കാരണം എന്താ അറിയോ? സ്വകാര്യമായിട്ട് ഷെയ്ഖിന്റെ കൂടെ ബാക്കി ആളുകളൊക്കെ ഉണ്ട്. അവിടെ ഒരു പെണ്ണ് വന്നതാണ് കക്കാട് കള്ളനാവാനുള്ള ഒരു കാരണം. ഇവര് പരസ്യമായി ഓല് പുറത്തുവിട്ട വീഡിയോ നമ്മൾ പറഞ്ഞപ്പോ തെറ്റാക്കിയില്ലേ? അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പൊയ്ക്കോളാം. പക്ഷേ പോകുന്ന ജീപ്പിന്റെ അപ്പുറത്തെ സീറ്റിൽ ഇയാളും വേണം. കാരണം ഇയാളാണ് ഫോട്ടോ വെച്ച് പ്രസംഗിച്ചതിൽ ഒന്നാമത്തെ ആള്. അയാൾ കക്കാടിനെതിരെ പറയുന്നു, ഫോട്ടോ കാണിക്കുന്നു. ഫോട്ടോ കാണിക്കുന്നിടത്ത് കാണേണ്ടത് നമ്മളൊന്ന് മറിച്ചിട്ടുണ്ട്, മൂപ്പര് വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇയാൾ ഇമാമായും അവിടെ പോയാലും വളരെ ജമാഅത്ത് നിസ്കാരം നടക്കുക. ഇമാം ഇയാളെ നിൽക്കാൻ പറ്റില്ല, മൗമൂമായിട്ടെങ്കിലും ഞങ്ങൾക്ക് ഇയാളെ വേണം. അത് ഉറപ്പ്. അവക്ക് ഇയാൾ അതൊക്കെ പഠിപ്പിച്ചു തന്നെ. കക്കാട് പൈസ തന്നെ അതിന്റെ പെണ്ണുങ്ങളെ കൂട്ടിയിട്ട് ഫോട്ടോത്തിൽ നിന്ന് കൊടുക്കുന്നതാണോ വെച്ചോട്ടവനെ? കക്കാട് പൈസ അല്ല, ഫോട്ടോത്തിന് എന്റെ പെണ്ണുങ്ങളെ കൂട്ടിയിട്ട് ഫോട്ടോത്തിൽ നിന്ന് കൊടുത്തു. എനിക്കാണോ? കക്കാടിന്റെ ഷെയ്ഖ് 2 ഭാഗത്തും 2 പെണ്ണ്, കണ്ണൂർ ജില്ലയിലെ പെണ്ണുങ്ങളാണ്. 2 പെണ്ണ്. ആ പെണ്ണുങ്ങൾ രണ്ടും കക്കാടിന്റെ ഷെയ്ഖിനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നു. ഈ പെണ്ണുങ്ങളെ കുടുംബക്കാരുണ്ട്, അവര് പുറത്തപ്പത്താ നിൽക്കുന്നത്. കാരണം ഇയാളുമായിട്ടുള്ള ഒട്ടിപ്പിടിക്കൽ കുറഞ്ഞോണ്ടാക്കി അവര് 2 ഭാഗത്തും നിന്നിട്ട് ഇങ്ങോട്ട് മുഞ്ചിയും പിടിച്ചു കൊടുത്തു. അതൊന്ന് വെച്ചോട്ടാ. അതാ ഷെയ്ഖാ നല്ലൂരുള്ള അമ്പളക്കുപ്പായിട്ട്. അപ്പുറത്ത് കണ്ണൂർ ജില്ലയിലുള്ള 2 പെണ്ണുങ്ങളാ. അങ്ങനെ കണ്ണൂർ ജില്ലയിലെ പെണ്ണുങ്ങൾ ഈജിപ്തിലുള്ള ഷെയ്ഖായി മലപൊടി വന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴാ മല കൊടുത്ത്? അതാ ഭാഷയ്ക്ക് കേസെടുക്കാൻ ഇയാൾക്കാദ്യം കൊടുക്കുന്ന കേസ്. നമ്മളെ പ്രസംഗം നിങ്ങൾ അരിച്ചു പറക്കിയാൽ അങ്ങനെ ഒരു ചുവയുള്ള വാക്ക് പോലും കാണാൻ കഴിയൂല. കാരണം ഞങ്ങൾ നിർദ്ദേശത്തിന്